ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. ഹലോ, നമ്മുടെ മോക്ക് ടെസ്റ്റിൻ്റെ അടുത്തൊരു ലെവലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ മോക്ക് ടെസ്റ്റിൽ ആൻസേഴ്സ് ഞാനിങ്ങനെ ടിക്ക് മാർക്ക് കൊടുത്തിരിക്കുകയാണ് ചെയ്യുക. ഓപ്ഷൻ്റെ നേരെ ഏത് ഓപ്ഷനാണോ കറക്റ്റ് അതിൻ്റെ നേരെ ടിക്ക് മാർക്കാണ് ഉണ്ടാവുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം: ഒരു മോട്ടോർ ക്യാബിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ നിറം എന്താണ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് രണ്ടാമത്തെ ചോദ്യം: ഒരു ഹൈവേയിൽ നിങ്ങളുടെ എക്സിറ്റിൽ തിരിയാൻ കഴിയാതെ മുന്നോട്ട് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ഉചിതമായ എക്സിറ്റിൽ എത്തുന്നതുവരെ തുടരുക, വാഹനം നിർത്തി എക്സിറ്റിലേക്ക് റിവേഴ്സ് എടുക്കുക, ഉടനെ നിർത്തി റിട്ടേൺ ചെയ്യുക, റിയർവ്യൂ മിററിലേക്ക് നോക്കി റിവേഴ്സ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ വരുന്നത് മൂന്നാമത്തെ ചോദ്യം: കാൽനട യാത്രക്കാർ റോഡിൻ്റെ സൈഡിലൂടെ നടക്കണം. വലതുവശം, ഇടതുവശം, മധ്യത്തിലൂടെ മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും ശരിയല്ല. 19 സെക്കൻഡായി. 15 സെക്കൻഡ്സാണ് ബാക്കിയുള്ളത്. ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. നാലാമത്തെ ചോദ്യം: ഒരു മോട്ടോർ വാഹനത്തിലെ എക്സലേറ്ററിൻ്റെ പ്രാഥമിക ധർമ്മം എന്താണ്? ഓപ്ഷൻസ്: വാഹനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ, ബി വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ, സി വാഹനത്തിൻ്റെ ദിശ മാറ്റാൻ, ഡി ബ്രേക്ക് ഉപയോഗിക്കാൻ. ഇതിൻ്റെ ആൻസർ ഇതാണ്. ഇതിൻ്റെ ആൻസർ 5. അപകട സമയത്ത് ശരിയായി ക്രമീകരിച്ച ഹെഡ് റിസ്ട്രെയിൻറ്റ് നിങ്ങളെ സഹായിക്കും. ഓപ്ഷൻസ്: എ നിങ്ങളെ കൂടുതൽ സുഖകരമാക്കുവാൻ, ബി കഴുത്തിന് പരിക്കേൽക്കാതിരിക്കാൻ സഹായിക്കും, സി വിശ്രമിക്കാൻ നിങ്ങളെ സഹായിക്കും, ഡി നിങ്ങളുടെ ഡ്രൈവിംഗ് സ്ഥാനം നിലനിർത്താൻ നിങ്ങളെ സഹായിക്കും. ഹെഡ് റിസ്ട്രെയിൻറ്റ്സ് എന്തിനുള്ളതാണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ്. ആറാമത്തെ ചോദ്യം: ആക്സിൽ ഭാരപരിധി സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഇതിൽ ഏതാണ്? ആക്സിൽ ഭാരപരിധി. കുറച്ച് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ്. ഏഴാമത്തെ ചോദ്യം: ഈ ചിഹ്നം ഇൻസ്ട്രുമെൻ്റ് കൺസോളിനെ പ്രതിനിധീകരിക്കുന്നു. ഓപ്ഷൻസ്: എൻജിൻ ഓയിൽ മർദ്ദം കുറവാണ്, എൻജിൻ ഓയിൽ മർദ്ദം കൂടുതലാണ്, എൻജിൻ താപനില ഉയർന്നതാണ്, എൻജിൻ താപനില കുറവാണ്. ഇൻസ്ട്രുമെൻ്റ് കൺസോളിൽ വരുന്ന ഈ പിക്ചർ, ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ്. എട്ടാമത്തെ ചോദ്യം: ഘടിപ്പിച്ച വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഏറ്റവും അനുകൂലമായ നിയന്ത്രണത്തിനും സുരക്ഷയ്ക്കും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതിൽ നിങ്ങൾ എങ്ങനെയാണ് പിടിക്കേണ്ടത്? 10-2 എന്ന പൊസിഷനിൽ, 11-1 എന്ന പൊസിഷനിൽ, 8-4 എന്ന പൊസിഷനിൽ, 9-3 എന്ന പൊസിഷനിൽ. അപ്പോൾ ഇപ്പോൾ ഇതിലുള്ളത് 9-3 എന്ന പൊസിഷനാണ്. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. 16ാമത്തെ ചോദ്യം: തേയ്മാനം സംഭവിച്ച ടയറുകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് അപകടകരമാണ്. കാരണം? ഓപ്ഷൻസ്: വാഹനം വേഗത്തിൽ സ്പീഡ് എടുക്കുന്നു, ഇതിന് റോഡ് ഗ്രിപ്പ് കുറവാണ്, ഉയർന്ന ഇന്ധന ഉപയോഗം, ഉയർന്ന വാഹന വൈബ്രേഷൻ. തേയ്മാനം സംഭവിച്ച ടയറുകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ്. 17ാമത്തെ ചോദ്യം: ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വഴി കൊടുക്കുക, ആശുപത്രി അടുത്തുണ്ട്, മുന്നിൽ ട്രാഫിക് ഐലൻഡ്, ഒരു ദിശയിൽ മാത്രം ഗതാഗതം അനുവദിച്ചിരിക്കുന്നു. ട്രാഫിക് ചിഹ്നം
അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഇതാണ്. പതിനെട്ടാമത്തെ ചോദ്യം, മോട്ടോർ കാറിൽ 3-ാം രജിസ്ട്രേഷൻ മാർക്കിൻ്റെ സ്ഥാനം എവിടെയാണ്? ഓപ്ഷൻസ്: പിൻ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ഇടതുവശം മുകളിൽ, പിൻ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ വലതുവശത്ത് മുകളിൽ, മുൻവശത്തെ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ഇടതുവശത്ത് മുകളിൽ, ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസിൻ്റെ വലതുവശത്ത് മുകളിൽ. മുൻവശം എന്നാണ് പിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ്. 19, വാഹനം മറ്റൊരു വാഹനത്തെ കെട്ടിവലിക്കുമ്പോൾ പരമാവധി വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്ററിൽ കൂടരുത്? ഓപ്ഷൻസ്: മണിക്കൂറിൽ 20 കിലോമീറ്റർ, മണിക്കൂറിൽ 25 കിലോമീറ്റർ, മണിക്കൂറിൽ 30 കിലോമീറ്റർ, മണിക്കൂറിൽ 35 കിലോമീറ്റർ. എത്ര കിലോമീറ്ററിൽ കൂടരുത് എന്നാണ് ചോദ്യം, വാഹനം കെട്ടിവലിക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ്. 20ാമത്തെ ചോദ്യം, ഒരു വാഹനം ലോഡ് ചെയ്യുമ്പോൾ ഇനി പറയുന്നവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻസ്: പിന്നിലേക്ക് ലോഡ് ചെയ്യുക, ലോഡ് എവിടെ വേണമെങ്കിലും കയറ്റാം, വാഹനത്തിൻ്റെ മധ്യഭാഗത്തേക്ക് ലോഡ് ചെയ്യുക, മുൻഭാഗത്തേക്ക് ലോഡ് ചെയ്യുക. ഒരു വാഹനം ലോഡ് ചെയ്യുമ്പോൾ, വാഹനത്തിലേക്ക് ചരക്കുകൾ കയറ്റുമ്പോൾ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ്. 21ാമത്തെ ചോദ്യം, നനഞ്ഞ റോഡിലൂടെ നിങ്ങളൊരു വലിയ വാഹനത്തെ പിന്തുടരുമ്പോൾ മുന്നിലെ വാഹനത്തിൻ്റെ വെള്ളത്തിൻ്റെ സ്പ്രേ കാരണമായി നിങ്ങളുടെ കാഴ്ച മറക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾക്ക് നന്നായി കാണാൻ കഴിയുന്നതുവരെ വാഹനം പുറകിലേക്കാക്കുക, ഹെഡ്ലൈറ്റുകൾ പൂർണ്ണ വെളിച്ചത്തിലിടുക, വാഹനം വെള്ളത്തിൻ്റെ സ്പ്രേ അടിക്കാത്ത രൂപത്തിൽ ഓടിക്കുക, വാഹനത്തിൻ്റെ വേഗത കൂട്ടുക, വേഗത്തിൽ മറികടക്കുകയും ചെയ്യുക. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ്. 22, പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യം. ജീവൻ രക്ഷിക്കാൻ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് അടിയന്തരമായി നൽകേണ്ട കാര്യം, ഇരയുടെ അവസ്ഥ വഷളാകുന്നത് തടയാൻ, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പം ഇതൊക്കെ നമ്മൾ ലെവലിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ലെവലിലും ക്വസ്റ്റ്യൻസ് മിക്സ്ഡ് ആക്കിയിട്ടാണ് മോക്ക് ടെസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ഇതാണ്. ഇനി നമ്മുടെ 23ാമത്തെ ചോദ്യം, ചരക്ക് വാഹനങ്ങളുടെ മുന്നിൽ ഘടിപ്പിച്ച ടോപ്പ് ലൈറ്റുകളുടെ നിറം ഏതാകുന്നു? ഓപ്ഷൻസ്: വെള്ള നിറം, മഞ്ഞ നിറം, പച്ച നിറം, ചുവപ്പ് നിറം. ചരക്ക് വാഹനങ്ങളുടെ മുന്നിൽ ഘടിപ്പിച്ച ടോപ്പ് ലൈറ്റുകളുടെ നിറം ഇതിലേതാണ്? വെള്ള, മഞ്ഞ, പച്ച, ചുവപ്പ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ്. 24ാമത്തെ ചോദ്യം, റോഡിൻ്റെ സൈഡിൽ തുടർച്ചയായ വെള്ളവര വരച്ചിരിക്കുന്നത് എന്തിനാണ്? പാർക്കിംഗ് പാടില്ല എന്നാണ് അർത്ഥം, ഓവർടേക്ക് പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്, കാരേജ് വേയുടെ അറ്റം എന്നാണ് അർത്ഥമാക്കുന്നത്, നിർത്തുവാൻ പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. റോഡിൻ്റെ സൈഡിൽ തുടർച്ചയായ വെള്ളവര. റോഡിലുള്ള വരകളെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ്. 25ാമത്തെ ചോദ്യം, മോട്ടോർ വാഹന നിയമത്തിന് കീഴിൽ നിർദ്ദേശങ്ങൾ നൽകാൻ അധികാരമുള്ള ഏതെങ്കിലും വ്യക്തി നിയമപരമായി നൽകുന്ന നിർദ്ദേശങ്ങൾ മനഃപൂർവ്വം ലംഘിക്കുകയോ അല്ലെങ്കിൽ അത്തരം വ്യക്തിയെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ മറ്റൊരു പിഴയും ഈ കുറ്റത്തിന് നൽകിയിട്ടില്ലെങ്കിൽ ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 1000 രൂപ, 2000 രൂപ, 5000 രൂപ, 10000 രൂപ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ്. 26, റോഡ് ഉപയോക്താവ് എന്നാൽ താഴെ പറയുന്നവയിൽ ആരാണ് ഉൾപ്പെടുന്നത്? ഒരു വാഹനം ഓടിക്കുന്ന വ്യക്തി, ഒരു വാഹനത്തിൽ റോഡിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി, ഒരു കാൽനട യാത്രക്കാരൻ. ഓപ്ഷൻസ്: 1ഉം 2ഉം മാത്രം ശരി. അതായത് വാഹനം ഓടിക്കുന്ന വ്യക്തിയും റോഡിലൂടെ സഞ്ചരിക്കുന്നതും. 1ഉം 3ഉം മാത്രം ശരി, 2ഉം 3ഉം മാത്രം ശരി, 3ഉം ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ്. 27, വാഹനത്തിൽ അമിതഭാരമില്ലെന്ന് ഉറപ്പാക്കാൻ ആരാണ് ഉത്തരവാദി? ആരാണ് ഉറപ്പാക്കേണ്ടത്? ഓപ്ഷൻസ്: യാത്രക്കാർ, ലോഡ് കയറ്റുന്ന ആൾ, വാഹനത്തിൻ്റെ ഡ്രൈവർ, മുകളിൽ പറഞ്ഞവ എല്ലാവരും. അമിതഭാരമില്ലെന്ന് ഉറപ്പാക്കേണ്ടത് ആരാണ്?
അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ്. ഇനി നിർബന്ധമായും ഹോൺ മുഴക്കുക എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഇതിലേതാണ്? സിഗ്നൽസിൻ്റെ ചോദ്യമാണ്. നിർബന്ധമായും ഹോൺ മുഴക്കുക. ഒന്നാമത്തേത് രണ്ടാമത്തേതും അല്ല. കാരണം അതെന്താണ്? പാടില്ല എന്നുള്ളതാണ്. മറ്റേത് മുന്നറിയിപ്പാണ്. നിർബന്ധമായും എന്നുള്ളത് വൃത്തത്തിൽ നീല ഇതിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇതാണ്. ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം. താഴെ പറയുന്ന രേഖകളിൽ ഒരു ലേണേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനുള്ള വിലാസവും പ്രായവും തെളിയിക്കുന്നതിനായി പരിഗണിക്കാത്ത രേഖകൾ ഏതാണ്? 1 ആധാർ കാർഡ്, 2 ഇലക്ട്രൽ റോൾ, 3 ലൈഫ് ഇൻഷുറൻസ് പോളിസി, 4 വൈദ്യുതി അല്ലെങ്കിൽ ടെലിഫോൺ ബില്ലുകൾ. പരിഗണിക്കാത്തത് വൈദ്യുതി അല്ലെങ്കിൽ ടെലിഫോൺ ബില്ലുകളാണ് ഇതിൽ പരിഗണിക്കാത്തത്. ഇനി നമുക്ക് 30ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ക്യാപ്ച എൻ്റർ ചെയ്യാനുണ്ട്. അതൊന്ന് എൻ്റർ ചെയ്യാം. ഫുൾ ക്യാപിറ്റലാണ്. DQW7VK. 30ാമത്തെ ചോദ്യം വന്നിട്ടുണ്ട്. ഈ ചിഹ്നം ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഓപ്ഷൻസ്: റോഡ് സൈൻ, വഴുക്കലുള്ള റോഡ്, ട്രാക്ഷൻ കൺട്രോൾ ഓൺ, ട്രാക്ഷൻ കൺട്രോൾ തകരാർ. ഈ ഒരു ചിഹ്നം ഇൻസ്ട്രുമെൻ്റ് കൺസോൾ എന്തിനാണ് പ്രതിനിധീകരിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.